ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് പരിചയപ്പെട്ടാലോ. ഇത് ആംബ്രോഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ BAT250 എന്ന മോഡലാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ബാറ്ററി മോഡൽസും ചെക്ക് ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡിങ് റീചാർജബിൾ. അപ്പോൾ ഇവിടെ 1.5 AAA AA C D 9 വോൾട്ട് ബട്ടൺ സെൽ, ഇത്രയും ബാറ്ററീസ് നമുക്ക് ഈ സിമ്പിൾ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഈസി ആയിട്ട് നമുക്ക് ഈ ഡയൽ നോക്കിയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാറായോ ലോ ആണോ ഗുഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൽ എക്സാക്ട് വോൾട്ടേജ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നത് ഒരു പോരായ്മ കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗ്രൂവ്. ഇതിൻ്റെ നെഗറ്റീവ് കോണ്ടാക്റ്റ്, ഇത് പോസിറ്റീവ് കോണ്ടാക്റ്റ്. ബാറ്ററി ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ കോണ്ടാക്റ്റ് നമുക്ക് ആവശ്യാനുസരണം മൂവ് ചെയ്ത് കോണ്ടാക്റ്റ് വരുത്തി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ ഡയൽ ചെക്ക് ചെയ്താൽ നമുക്ക് ബാറ്ററിയുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 1.5 വോൾട്ടിൻ്റെ AAA ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയലിൽ നീഡിൽ ഗുഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാറായിട്ടില്ല, നല്ലൊരു ബാറ്ററിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് AA റീചാർജബിൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഗുഡ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനിയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് CR2016 എന്ന ബട്ടൺ സെല്ല് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബട്ടൺ സെല്ലിൻ്റെ ഗ്രൂവിൽ ഇറക്കി വെച്ചതിന് ശേഷം ഈ കോണ്ടാക്റ്റ് മൂവ് ചെയ്താൽ അത് കണക്ഷൻ ആകുകയും നമുക്കതിൻ്റെ റീഡിങ് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ട്, കാരണം ഇതിൻ്റെ നീഡിൽ റീപ്ലേസ് എന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് ബട്ടൺ ബാറ്ററിയുടെ റീഡിങ് താഴെയാണ്, അതിൽ റെഡിലാണ് ഈ നീഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ബാറ്ററി നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു 3 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ 1.6 വോൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ബാറ്ററി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് 9 വോൾട്ടിൻ്റെ ഒരു റീചാർജബിൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഈ പോസിറ്റീവ് കോണ്ടാക്റ്റിലേക്ക് പോസിറ്റീവും നെഗറ്റീവ് കോണ്ടാക്റ്റിലേക്ക് നെഗറ്റീവും വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ നീഡിൽ ഗുഡ് പൊസിഷനിലാണ്. അപ്പോൾ ഇത് വർക്കിംഗ് ആയൊരു ബാറ്ററിയാണ്, റീചാർജ് ചെയ്യാറായിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിവൈസാണിത്. ഇപ്പോൾ ബാറ്ററി നല്ലതാണോ ചീത്തയാണോ എന്ന് കൺഫ്യൂഷനുള്ളവരാണ്, നമുക്കിവിടെ കയ്യിലൊരു മൾട്ടിമീറ്റർ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇത്ര ഒരു ഡിവൈസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത് നമുക്ക് എക്സാക്റ്റ് വോൾട്ടേജ് അറിയാൻ സാധിക്കില്ല, അതിന് വീണ്ടും മൾട്ടിമീറ്ററിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഒരു ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി ബാറ്ററി സ്റ്റാറ്റസ് അറിയണമെന്നുള്ളവർക്ക് ഇതുപോലൊരു ഡിവൈസ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്